പ്രസവം വരെ ഇങ്ങനെ പോട്ടമ്മേ. പിന്നെ ഇടയ്ക്കമ്മ വരുമല്ലോ അങ്ങോട്ട്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഏറ്റവും സേഫായ സ്ഥലത്ത് തന്നെയാ ഞാനിപ്പോ നിൽക്കുന്നത്. കുഞ്ഞിന്റെ ജനനം വരെ ആ രീതിയിൽ പോയാ മതി അമ്മേ. അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും ആ കുഞ്ഞിനെ കൊല്ലാൻ ഇവിടെയുള്ളവരും കണ്ണേട്ടന്റെ വീട്ടിലുള്ളവരും അവരെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യും. ഒരുപാട് പ്രാർത്ഥനകൾക്കൊടുവിലാ ഇതൊക്കെ സംഭവിച്ചത്. ഇനി എന്റെ കുഞ്ഞിനെ കളയാൻ പറ്റില്ലമ്മേ. എന്റെയും കണ്ണേട്ടന്റെയും കുഞ്ഞിന്റെ ജനനത്തിനു വേണ്ടി ഇത്തിരി ത്യാഗം സഹിക്കാനും ആത്മാഭിമാനം പണയപ്പെടുത്താനും ഞങ്ങൾ രണ്ടാളും ഒരുക്കുക. ശരിയമ്മേ? ശരി മോളെ. ഈ നാട്ടുകാരും അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടടി നിന്റെ മോളുടെ ലീലാവിലാസങ്ങള്. അവള് നേടേണ്ടതൊക്കെ നേടാൻ വേണ്ടിട്ട് തന്നെയാ കണ്ണന്റെ കൂടെ ജീവിച്ചത്. സ്വത്തുക്കള് പാതി കിട്ടിയപ്പോ അവക്ക് മനസ്സിലായി ഇനി ആരുടെ സഹായം ഇല്ലാതെ അവൾക്ക് ജീവിക്കാന്ന്. മിക്കവാറും ഇത് ആനന്ദുവിന്റെ കുട്ടി തന്നെ ആയിരിക്കും. അതുകൊണ്ടല്ലേ അവന്റെ വീട്ടിൽ പോയി താമസിക്കുന്നത്. അവന്റെ ഭാര്യയ്ക്ക് ഏതായാലും ഒരു കുഞ്ഞുണ്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അവനും അവന്റെ കെട്ടിയോൾക്കും ഒരു കുഞ്ഞിനെ വേണം. അതിന് ഭാര്യ തന്നെ പലതിനും കണ്ണടച്ചു കൊടുത്ത് കാണും. എന്നിട്ടിപ്പോ രണ്ടാളും കൂടി ശുശ്രൂഷിക്കല്ലേ അവളെ. അതാണ് സത്യം. ദേ, ഞാനെന്തെങ്കിലും പറഞ്ഞാലേ കൂടിപ്പോവും. അമ്പലത്തിലെ പൂജാരിയെ കാണാൻ നിത്യം പോകുന്ന നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഈ പ്രായത്തിലും കെട്ടിയോൾ ഒളിച്ചോടിപ്പോയി എന്ന പേരുദോഷം എന്റെ മോനെ നീ കേൾപ്പിക്കരുതടി മോഹിനി. ഇയാളോടിപ്പോ പ്രതാപനും അയാളുടെ അമ്മയും ചോദിച്ച അതേ ചോദ്യങ്ങള് എന്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിന് പല അച്ഛന്മാർ കാണുമെന്ന് അവരൊക്കെ പറയുമ്പോ എടാ കേട്ട് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്തോ. തൽക്കാലം നീ ആ ബുദ്ധിമുട്ട് സഹിച്ചേ പറ്റൂ. ഇതിനു മുമ്പ് നടന്നതൊന്നും നീ മറന്നു പോരുത്. എത്രയോ തവണ മഞ്ജുവിന്റെ കാര്യം ഞങ്ങൾ കണ്ണേട്ടനോട് പറഞ്ഞതാ. സ്വന്തം അമ്മയാണ് പേരക്കുട്ടിയെ ഇല്ലാതാക്കാൻ നോക്കിയത്. ആ സമയത്ത് അവളുടെ വയറ്റില് കുഞ്ഞില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിലോ? എടാ, ലോകത്ത് ഇങ്ങനെയുള്ളവരുണ്ടോന്നൊക്കെ പലരും ചോദിക്കായിരിക്കും. എന്നാ ഇതിനപ്പുറം മാർഗമായ സ്വഭാവമുള്ള ആൾക്കാരാണ് നമ്മളുടെ ഇടയിൽ പലരും. സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടി കുഞ്ഞുങ്ങളെയും കൂടപ്പിറപ്പുകളെയും ബലികൊടുക്കുന്ന ആൾക്കാരും കുറവൊന്നുമല്ല. അതുപോലെ ചിലരാണ് ബന്ധുക്കളെന്നും പറഞ്ഞ് ചുറ്റിനും കൂടിയിരിക്കുന്നവര്. അത് സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടും നീ ഇങ്ങനൊരു കോംപ്ലക്സ് വെച്ചുകൊണ്ട് നടക്കുന്നത് ശരിയല്ല കാണാ. എടാ, ഇയാളെ ചേർത്ത് ആരുടെയൊക്കെ പേരെ അവർ പറയുന്നതെന്ന് നിനക്കറിയോ? ആരുടെയൊക്കെ പേര് പറഞ്ഞെന്ന് മഹി ഇപ്പൊ പറഞ്ഞല്ലോ കണ്ണേട്ടാ. അതിൽ അനന്തുവേട്ടനുണ്ട്, മാർക്കയുണ്ട്, സാഗറുണ്ട്. എന്തിന്? മഹിക്കൊപ്പം കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോകുന്ന ആ എഞ്ചിനീയറുടെ പേര് വരെ പറയുന്നുണ്ട്. പറയുന്നവർക്കെല്ലാം വ്യക്തമായ മറുപടി കൊടുക്കാൻ ഒരു ദിവസം വരും കണ്ണേട്ടാ. പക്ഷെ ആ ദിവസം വരുന്നതിന് മുൻപ് നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ കുഞ്ഞ് ജനിക്കണം. അതുകൊണ്ട് തൽക്കാലം നമുക്കിപ്പോൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച്
എന്റെ പ്രസവം വരെ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കണ്ണേട്ടാ. ഒരു കാര്യം ഞങ്ങൾ ഇപ്പോഴേ പറയുക, ആ കുഞ്ഞ് ജനിച്ച ശേഷം കണ്ണേട്ടന്റെ വീട്ടിലുള്ളവർ കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടാക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞിനെ വിട്ടുതരില്ല. അല്ലേ അനന്തുവേട്ടാ? അല്ല, പുറത്ത് കാറൊന്നിട്ടില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും വന്നാലും നീ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കില്ല. ആ, രണ്ടാൾക്കും തമ്മിൽ കാണാത്തതിന്റെ വിഷമം കാണും. ആ കണ, നീ ഇയാളെ വിളിച്ചിട്ടകത്തിട്ട് പോ. വാ മഹി. സ്വാതി, നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതേ നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മാഗസിൻ വായിക്കാനല്ല. കണ്ണേട്ടൻ പുറത്തോട്ട് പോകുമ്പോ നീയും കൂടെ പോണ്ടേ? ആ, അത് തന്നെയാ ഞാനും പറയുന്നത് മോളെ. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ കണ്ണേട്ടൻ വേണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ കണ്ണേട്ടൻ ഇഷ്ടമില്ലാതെ ഇടിച്ചു കയറി ചെന്നാലേ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തില് കുറച്ചൊക്കെ ഇടിച്ചു കയറി ചെല്ലണം സ്വാതി. ആ മോളെ, ദൈവമായിട്ട് കൊണ്ടുതന്ന ചാൻസ് തട്ടിത്തെറിപ്പിക്കല്ലേ മോളെ. ആഹാ, ആ നീ വന്നായിരുന്നോ? എടാ, ഇവള് വരുന്നു എന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞത്? ആന്തിനാ ഇവിടെ എനിക്കിപ്പം വരുന്നേ? ഇവക്ക് ഫിനാൻഷ്യൽസിലെ കാര്യങ്ങൾ നോക്കാൻ അറിയില്ലല്ലോ. വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ കണ്ണേട്ടാ കൂടെ. അവൾക്ക് എന്തെങ്കിലും നോക്കാൻ അറിയായിരുന്നോ? അവള് ബികോം ആയിരുന്നില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തു. ഇവള് BSc ബയോളജി എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അവിടുത്തെ പണി പെട്ടെന്നൊന്നും പഠിച്ചെടുക്കില്ല. എന്തായാലും BSc ആണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലോ. കണ്ണേട്ടന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല അപ്പച്ചി. കണ്ണേട്ടൻ പോവണ്ടെന്ന് പറഞ്ഞ ഞാൻ പോവില്ല. അപ്പോഴേ കണ്ണേട്ടൻ കൈ കഴുകിട്ട് വാ, നമുക്ക് കഴിക്കാനിരിക്കാം. ഞാൻ വേഷം മാറിയിട്ട് വരാം. ഹ, ഇനിയിപ്പൊ കഴിച്ചിട്ട് വേഷം മാറാം. മോള് വിളിച്ചതല്ലേ, ചെല്ല്. കണ്ണേട്ടൻ വാ. ഓ, എന്തൊരു സ്നേഹം! ഈ 3 പേരിൽ ആർക്കാണ് സ്വാർത്ഥത കൂടുതലെന്ന് അളക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വാ വാ, ഇങ്ങടുക്ക്. കരുണയിരിക്കേ. ആ, മോൾ ഈ കറികളൊക്കെ എടുത്തൊന്ന് വിളമ്പി കൊടുക്കും മോളെ. പറയണ്ട അപ്പച്ചി, എനിക്കറിയാം. അതെ, ഇന്ന് എല്ലാ കറികളും മോളുണ്ടാക്കിയതാ. അതെ അതെ, അമ്മയും ഞാനൊക്കെ സഹായിച്ചെന്നേ ഉള്ളൂ. ഓ, കരുണയെ സഹായിക്കാൻ തുടങ്ങിയോ? അതെ, മോളും പാചകമൊക്കെ പഠിച്ചോണ്ടിരിക്കുക. സ്വാതി വന്നതോടെ മോൾക്ക് ഉത്സാഹം കൂടി, അല്ലേ മോളെ? അതെ അതെ, വലിയൊരു പാചകക്കാരി പടിയിറങ്ങി പോയല്ലോ കണ്ണേട്ട. അതുകൊണ്ടിനി അവളുടെ കുറവൊന്നും കണ്ണേട്ടന് അറിയാൻ പാടില്ല. അങ്ങനൊരു ചിന്ത ഉള്ളത് കൊണ്ട് ഞാനും പാചകം പഠിച്ചു തുടങ്ങിയിരിക്കുക. ആ, അത് നല്ലതാ. കരുണയ്ക്ക് നേരത്തെ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡിനോടായിരുന്നു താല്പര്യം കൂടുതലാ. ആ, എന്റെ കാര്യം മറിച്ചാ. ഞാൻ ഗത്യന്തരം ഇല്ലെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കൂ. അതെനിക്കറിയാലോ. കഴിക്ക് കണ്ണേട്ടാ, കഴിച്ചിട്ട് അഭിപ്രായം പറ. നീ ഇരിക്കേ. കണ്ണേട്ടൻ കഴിച്ചിട്ട് ഞാൻ ഇരുന്നോളാം. അങ്ങനെ ഇവിടെ ആരും വിളമ്പുകാരാവാറില്ല. അമ്മ ഭക്ഷണം വിളമ്പി തരാറുണ്ട്. എന്നുവെച്ച് അമ്മ മാറി നിൽക്കാറൊന്നുമില്ല. നീ ഇരിക്കേ. ഇരിക്കും മോളെ. മോളെ, ദാ. എങ്ങനെയുണ്ട് കണ്ണ? ആ, നന്നായിട്ടുണ്ട്.
ഇതൊക്കെ എൻ്റെ രണ്ടാനമ്മ ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാം. പിന്നെ നീയൊക്കെ പറയുന്നത് ഞാൻ മൊത്തത്തിൽ വിഴുങ്ങിയെന്ന് നീയൊക്കെ കരുതിക്കോ. മോനെ, കണ്ടവന്റെ തോളി തൂങ്ങി നടക്കുന്ന അവളുടെ കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ? അവളുടെ കാര്യം എന്തിനാ അമ്മേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കണ്ണേട്ടനെ ഓർമ്മിപ്പിക്കുന്നേ? അതെ, അത് അടഞ്ഞ അധ്യായം. ഇനി അയാളെ പറ്റി ഒരക്ഷരം ഇവിടെ ആരും പറയാൻ പാടില്ല. എന്നാലുവേ ഇത്രയും വിഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണല്ലോ അവള് നിന്നെ അടക്കി പിടിച്ചിരുന്നത് മോനെ. മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അതൊക്കെ. ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ആരിൽ നിന്നും എനിക്ക് നന്ദി കിട്ടിയിട്ടില്ല. മോനെ, അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ തമ്മിൽ ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അതിനു മുൻപേ എന്തൊരു ഒത്തൊരുമയോടെയാ നമ്മളൊക്കെ കഴിഞ്ഞിരുന്നത്. അതെ അതെ, അവര് വന്നതിന് ശേഷം ഇങ്ങോട്ട് വരാനേ തോന്നിയിട്ടില്ല. ആ, സ്വാതിക്കറിയല്ലോ, അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാ ഞാൻ പോലും മടങ്ങി വന്നത്. പോയതിനേക്കാൾ സ്പീഡിൽ എൻ്റെ ഭാര്യ മടങ്ങി വരുവോടി. അതുകൊണ്ട് വന്നതിനേക്കാൾ സ്പീഡിൽ നിനക്കൊക്കെ ഓടേണ്ടിയും വരും. ഇനി എന്തിനാണോ എന്തോ വരുന്നത്. അനന്തുവേണ്ട വീട്ടിൽ അവര് പോയി നിൽക്കുന്നുണ്ട്. അനന്തുവേണ്ടാണ് എല്ലാവർക്കും സംശയമെങ്കിലും മറ്റു പലരുടെ പേരുകളും കേൾക്കുന്നുണ്ട്. ആ മാർക്കോയുടെയും കൂട്ടത്തിൽ നിന്റെ ഭർത്താവിന്റെ ഒക്കെ. എന്റെ ഭർത്താവിന്റെയോ? ആ, സാഗറിടയ്ക്ക് അവരുമായിട്ട് വലിയ കമ്പനി ആയിരുന്നല്ലോ. അവനെ സത്യം പറഞ്ഞ ഈ നാട്ടിലേക്ക് മേഘേട്ടൻ കൊണ്ടുവന്ന് തന്നെ കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിക്കാനാ. പിന്നെ നിന്റെ ഭർത്താവ് ഇപ്പോ തോമസ് സാറിന്റെ ഡ്രൈവറാണല്ലോ. അവിടെ കണ്ണേട്ടൻ ചികിത്സയിലായിരുന്ന സമയത്തൊക്കെ അവിടെ വെച്ച് കാണാനും ബന്ധം പുതുക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ടേ പൂർണ്ണമായിട്ടങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം സാഗരേട്ടൻ 100% എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഉണ്ണിയേട്ടൻ സംശയിക്കുന്ന രീതിയില് അവരും സാഗരേട്ടനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ മാർക്കോയെ സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാ സാഗരേട്ടൻ പറയുന്നേ. അപ്പൊ പിന്നെ അനന്തുവേട്ടനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് ഉറപ്പിക്കാം അല്ലേ? വ്യക്തമായ തെളിവില്ലാതെ നമ്മൾ അങ്ങനെയൊന്നും പറയാത്തതാ നല്ലത്. ഭർത്താവ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങള് ഒരിക്കലും അത് ക്ഷമിക്കില്ല. ലീക്കേജ് അവരെ കൂടെ താമസിപ്പിക്കുന്ന സ്ഥിതിക്ക് അനന്തവേട്ടനും പ്രതിയാവാനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോ ഡോക്ടറുടെ സഹായത്തോടെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയാണ് അവരെ അമ്മയായതെങ്കിൽ കണ്ണേട്ടൻ ഇങ്ങനെ അവരെ വെറുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ആ കുഞ്ഞിനൊരു അച്ഛനുണ്ട്. അത് അനന്തുവേട്ടനാണോ മാർക്കോ ആണോ സാഗറാണോ എന്നുള്ളത് എല്ലാവരുടെയും സംശയം. ഇവരൊന്നും അല്ലാതെ അവർക്ക് മറ്റാരെങ്കിലുമായി അടുപ്പമുണ്ടോന്ന് നിനക്കറിയാവോ? എനിക്കങ്ങനെയൊന്നും അറിയില്ല. അല്ലടി, കുറെ നാളായിട്ട് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ആ ബാലചന്ദ്രൻ എന്ന സിവിൽ എഞ്ചിനീയറുമായിട്ട് അവരെ ചുറ്റിത്തിരിയായിരുന്നല്ലോ. ഇനി അങ്ങേരായിരിക്കോ പ്രതി? ഇവൻ എന്റെ ചേട്ടനാണെന്ന് പറയാൻ പോലും എനിക്ക് ഉറപ്പ് തോന്നുക. ആ മനുഷ്യനെ പോലും ഇത് സംശയിക്കുവാണല്ലോ. അല്ല, നീ എന്താ ആലോചിക്കുന്നേ? അയാൾക്ക് പ്രായത്തിൽ കൂടുതലുണ്ട് എന്ന് വെച്ച് കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നിച്ച് യാത്ര ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും രണ്ടാൾക്കും അബദ്ധം പറ്റിയില്ലെന്ന് ആര് കണ്ടു? ഞാൻ അതാ പറഞ്ഞത്, യഥാർത്ഥ പ്രതി ആരാണെന്ന് അറിയുന്നത് വരെ ആരുടെ മേലും കുറ്റം ആരോപിക്കരുത്. എന്താണെങ്കിലും ശരി, അവരടുക്കാൻ വരികയാണെങ്കിൽ നീ ഇനി അടുപ്പിക്കരുത്. നാണം കെട്ടവളാ. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ കരുണയൊക്കെ ഒരുപാട് മുകളിലാടി. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് പോലും അവള് രണ്ടാമതൊരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല. അവരുടെ അമ്മയും പ്രശ്നക്കാരിയാണെന്നാ കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നത്. അതിപ്പോ സത്യമാണെന്ന് തോന്നുക. അവരും കുഴപ്പം പിടിച്ചവര് തന്നെയാ.
നല്ല മണം അടിക്കുന്നുണ്ടല്ലോ. ഉരുളക്കിഴങ്ങ് കറിയില് മുട്ടയൊക്കെ ഇട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുക. എന്റെ ഭാര്യ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. ഇന്നാണെങ്കിൽ ഒരു ദിവസം സാർ എനിക്ക് അവധി തരികയും ചെയ്തു. അപ്പോഴേ ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനിപ്പോഴേ അവകാശികൾ ഒരുപാടാ. ആ അവകാശികളുടെ കൂട്ടത്തില് സാഗറേട്ടനും ഉണ്ട്. എന്റെ പേരും പറഞ്ഞോ? അത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നിന്റെ ആങ്ങളായിരിക്കും പറഞ്ഞത് അല്ലേ? അതെ, അനന്തുവേട്ടന്റെയും മാർക്കോയുടെയും പേരിനൊപ്പോ സാഗറേട്ടന്റെ പേരും പറയുന്നത്. എല്ലാവരുടെയും പേര് പറയട്ടെ, എല്ലാവരെയും സംശയിക്കട്ടെ. നിന്റെ വീട്ടുകാർക്കും അതുപോലെ ആ മേഘനും പ്രതാപനും ഒക്കെ ഇപ്പോ ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുക. ആദ്യം സന്തോഷിക്കാൻ കുറച്ച് അവസരം കണ്ണൻ സാറും നിന്റെ ഏട്ടത്തെയും കൊടുക്കും. അത് കഴിഞ്ഞ് അതിനേക്കാൾ കരയാനുള്ള അവസരവും. ഇവിടെ സംഭവിക്കാൻ പോകുന്നതേ ചെറിയ തിരിച്ചടിയൊന്നും അല്ല. 2 കാര്യങ്ങളാ അവരിൽ നിന്ന് നമ്മൾ എല്ലാരും മറച്ചു വെച്ചിരിക്കുന്നത്. കണ്ണേട്ടൻ നടന്നു തുടങ്ങിയെന്നറിയുന്നത് ഇനി അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കല്ലേ. എന്നാ അങ്ങനെയൊക്കെ നടന്നു തുടങ്ങിയ കണ്ണേട്ടന്റെ കുഞ്ഞാണ് ഏട്ടത്തിയുടെ വയറ്റിലുള്ളതെന്ന് അറിഞ്ഞാലേ ഇപ്പൊ സന്തോഷിക്കുന്ന പലരും തൂങ്ങിച്ചാകാനുള്ള സാധ്യതയുണ്ട്. നിന്റെ ഏട്ടനും ഏട്ടത്തെയും പിരിഞ്ഞെന്നറിഞ്ഞ ശേഷം ഓടി നിന്റെ തറവാട്ടിലേക്ക് വന്ന ഒരുത്തിയുണ്ടല്ലോ, കരുണ. മിക്കവാറും കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഒന്നിക്കുമ്പോ അവര് ബന്ധം വേർപിരിഞ്ഞേക്കും. പിരിയട്ടെ സാഗരേട്ടാ. എന്റെ കണ്ണേട്ടനെ ഏട്ടത്തെയും ദ്രോഹിക്കുന്നവർക്കൊക്കെ തിരിച്ചടി കിട്ടണം. അവർക്കാർക്കും ഒരു നന്മ ഉണ്ടാവാൻ പാടില്ല. എന്റെ പേര് ഉണ്ണി പറഞ്ഞപ്പോ നീ തിരിച്ചൊന്നും പറഞ്ഞില്ലേ? എന്നെ കല്യാണം കഴിച്ച ശേഷം സാഗരേട്ടൻ എന്നെ മറന്ന് ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞേ? എനിക്കും സംശയമുണ്ട്. അതുകൊണ്ട് ചിലപ്പോ ഞാനുമായിട്ട് ബന്ധം പിരിയാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നിയില്ല. എന്തായാലും ഏട്ടത്തെ ന്യായീകരിച്ച് ഞാൻ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കരുത്. നിന്റെ ഏട്ടത്തി ചിരിച്ചോണ്ട് കണ്ണേട്ടന്റെ കഴുത്തറുത്തു എന്ന് വേണം പറയാൻ. അങ്ങനെയെങ്കിലും ലക്ഷ്മി ഏട്ടത്തിക്കും കുഞ്ഞിനും നേരെ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ അപകടങ്ങളും ഒഴിഞ്ഞു പോട്ടെ. ലക്ഷ്മി ഏട്ടത്തിക്ക് സുഖപ്രസവം നടക്കട്ടെ. എന്തായാലും നീ പെട്ടെന്ന് പോയി വേഷം മാറുക. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഞാനേ ദേ വരുന്നു. എന്നിട്ട് നമുക്കൊന്നിച്ച് കഴിക്കാം. എന്നാ വേഗം പോയിട്ട് വാ. ഇതുകൂടെ കഴിക്കും. എന്താ ലേഖ്യം ഇത്? നേരത്തെ എന്നെ കൊണ്ട് കൊറേ ലേഹ്യം കഴിപ്പിച്ചു. അതിനുശേഷം ദേ ഫ്രൂട്ട്സ് കഴിപ്പിച്ചോണ്ടിരിക്കുക. ഇതെല്ലാം ഞാൻ തന്നെയല്ലേ കഴിക്കണ്ടേ? കുഞ്ഞിന്റെ ആരോഗ്യം പ്രധാനമാ മഹി. ആണാണെങ്കി ഉണ്ണിക്കണ്ണനെ പോലൊരു മോൻ, പെൺകുട്ടിയാണെങ്കി മഹാലക്ഷ്മി പോലൊരു മഹാലക്ഷ്മി. അതിന് നീ ഒരുപാട് മഹാലക്ഷ്മിയെ ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം മഹി ഇവിടത്തെ താമസം മതിയാക്കിട്ട് പോന്ന് പറയാൻ പറ്റില്ല. അതിനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കത്തില്ല അനന്തുവേട്ടാ. കണ്ണേട്ടൻ പറഞ്ഞാലും ഞാൻ ഇനി മഹി ഇവിടുന്ന് വിടത്തില്ല. ആ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക ഞങ്ങളും. തോമസ് വൈദ്യന്റെ മരുന്ന് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മഹിക്ക് അമ്മയാവാൻ കഴിയില്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. അമ്മയാവാൻ പോകുന്ന പെൺകുട്ടി മാത്രമല്ല, അവളുടെ അടുത്തിരിക്കുന്ന അമ്മയാകാത്ത എനിക്കും ഇപ്പൊ ഒരു അമ്മയുടെ ഫീലിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതെ, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മഹിയെ നീ എങ്ങോട്ടും വിടണ്ട. പക്ഷെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ കുഞ്ഞിനെ അമ്മയും വിട്ടുകൊടുക്കാതിരിക്കരുത്. അപ്പോഴും വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തീരുമാനിച്ച പോലെ ഒന്നിച്ചൊരു കോമ്പൗണ്ടിൽ താമസിക്കുകയാണെങ്കിൽ. അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. നമ്മള് നമ്മുടെ സ്വാർത്ഥതയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലുപരി മഹിക്കും കണ്ണനും അവരുടേതായ തീരുമാനങ്ങളൊക്കെ കാണില്ലേ. അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഇല്ല അനന്തുവേട്ടാ. നിങ്ങളെ രണ്ടാളെയും വിട്ടിട്ട് കണ്ണേട്ടനൊരു ജീവിതമില്ല. ആദ്യം ഒരു കേടുപാടും കൂടാതെ കുഞ്ഞ് ജനിക്കട്ടെ.
അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്തതുപോലൊക്കെ നമുക്ക് പോവാൻ നോക്കാം. ആ അപ്പോഴേ ഇത് കഴിക്ക. അനന്തേട്ടാ, ഞാനൊരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടേ, അത് മറക്കാതെ വാങ്ങിച്ചോണ്ട് വരണേ. ആഹാ, നിന്നെപ്പോലെ തന്നെ മഹിയുടെയും കണ്ണന്റെ കുഞ്ഞിന്റെയും കാര്യത്തിൽ എനിക്ക് നല്ല ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം മറക്കില്ല കേട്ടോ. പുറമെ കാണിക്കുന്നില്ലെങ്കിലും എന്നെ പോലെ തന്നെ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്ന് അനന്തേട്ടനും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മഹിയുടെ കുഞ്ഞിന് വേണ്ടി അനന്തേട്ടനും കാത്തിരിക്കുക.